ഹലോ ഗൈസ്, ബിഗ് ബോസ് അഡിക്ഷൻ സൂപ്പർ 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 ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ റിവ്യൂ ബിഗ് ബോസ് കണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് മോഹൻലാൽ കണ്ടിരിക്കുന്നു. എടാ കൊച്ചിർക്ക, നിനക്ക് ബോധം വന്നല്ലേ? സൂപ്പർ സൂപ്പർ. മോഹൻലാൽ എന്തായാലും ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് പറയണ്ടേ? ഓ സുരേഷ് ഗോപിയൊന്നും വേണ്ട, നീ തന്നെ കുഴപ്പമില്ല, കുഴപ്പമില്ല, കൊള്ളാം കൊള്ളാം കൊള്ളാം, പൊളിയോ പൊളിച്ചേ പൊളിച്ചേ പൊളിച്ചേ, ഒന്നും പറയാനില്ല. എന്തുവാ, യോ എന്തൊരു തകർപ്പായിരുന്നു, എനിക്കൊന്നും പറയാനില്ല. ഇഷ്ടമാതിരി കൊടുത്തിട്ടുണ്ട്. ഇന്നാണ് റിയലി ലവ് കിട്ടിട്ടുണ്ട് തട്ടിയത്, സത്യം. ഇന്നാണ് ഇച്ചിരി സീരിയസ് ആയിട്ട് പുള്ളി ഒന്ന് സംസാരിച്ച് ഞാൻ കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു, എനിക്കതിനകത്ത് ഒരു സീരിയസ്നെസ്സും തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നത്തതിൽ കിടുക്കാച്ചി തള്ളേ, നമ്മുടെ പാട്ടൊക്കെ അവിടെ എടുത്തിട്ടങ്ങ് തകർക്കണ കണ്ട്. യാണിമണം പൂഞ്ഞോഞ്ഞ, യാണിമണം പൂഞ്ഞോല എന്നെ പോലെ പാടാൻ ഇനി ആരെ കൊണ്ട് പറ്റൂല. അത് വേറൊരു കാര്യം. അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ചർച്ച വന്നൊരു കാര്യമാണ്. ഏളിമല പൂഞ്ചോള അത് നമ്മുടെ പാട്ടാണ്. സെറ്റ്. നമുക്ക് ആദ്യം തുടങ്ങാം. ഒന്നും പറയാനില്ല കേട്ടാ. നത്തിങ് ടു വറി, നത്തിങ് ടു സേ, നത്തിങ് സെയിങ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ബിഗ് ബോസ് കാണും, പിന്നെ കാണണ്ടേ. ഇന്നത്തതോടുകൂടി സൂപ്പർ. ഹായ് ചേച്ചി, ഹായ്. എല്ലാവർക്കും എൻ്റെ ഹായ്. പ്രീത സൂപ്പർ, ഹായ്. എന്നാലും ഒരു 1.5 കൊടുപ്പായി പോയോ. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതോടെ നന്നാവുമെന്ന്? എവിടെ എരുമക്കുട്ടി നന്നാവുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും വേണ്ട. കെട്ടിപ്പൊടിയിടാ. അപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, വരുന്നു കെട്ടിപ്പിടിക്കുന്നു, നിൽക്കുന്നു കെട്ടിപ്പിടിക്കുന്നു. സത്യത്തിലേ ഈ ഗബ്രി മനസ്സിലാക്കാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇന്ന്. ഗബ്രിക്ക് മനസ്സിലാകാനുള്ള ഒരു പോംവഴിയാണ് ഇന്ന് നടന്നത്. എന്നാ ഒന്നും പറയണ്ട, എന്നാ ഞാൻ ഒന്നും പറയുന്നത് ഉണ്ടായിരിക്കും. ഗബ്രിക്ക് ഇന്നത്തോടെ മനസ്സിലാകണം ഗബ്രിക്കൊപ്പം ആരാണുള്ളതെന്ന്. ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞത് അത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന റസ്മിൻ്റെ കണ്ണാണ്. ജാസ്മിൻ്റെ കണ്ണെന്ന് നിറഞ്ഞിട്ടില്ല. വലിയ പോണെങ്കിൽ ശല്യം പോട്ട്, നമ്മൾ അടുത്ത കുറ്റിക്ക് പോകുന്നു. അല്ല, വേറൊരു കാര്യമാണ്. എടാ ബിഗ് ബോസ് നീ മാമയാണാടാ, അറിയാതുണ്ടെങ്കിൽ ബിഗ് ബോസുകാരന്മാരെ നിങ്ങൾ മാമാന്മാരാണ്. ഒരു ലവ് സ്ട്രാറ്റജി മാറി ഉടനെ അടുത്ത ലവ് സ്ട്രാറ്റജിക്ക് ചരട് വലിക്കുന്നുണ്ട്. പ്രണയ നീനേ അർജുനെയും ശ്രീധുവിനെയും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ശ്രീധുവിന് അത് മനസ്സിലായി. എല്ലാവരും പറഞ്ഞില്ലാത്തൊരു പ്രണയം അവിടെ ഡെവലപ്പ് ആക്കുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത്. ഹായ് ചേച്ചി, ജാസ്മിൻ അണ്ണാക്കിൽ കൊടുത്തു. പിന്നല്ലാട്ട ഇത്താണ് അണ്ണാക്കി കൊടുപ്പെന്ന് പറയുന്നത്. നെറ്റിയടി ആറ്റം ബോംബെടുത്ത് അണ്ണാക്കിലോട്ട് കുത്തി തിരികെ ടച്ചർ പന്നിപ്പടക്കം വെട്ടി പൊട്ടിച്ചു. കിട്ടുക്കാച്ചി. സായി കയറിയല്ലോ, സായി കയറിയാൽ എന്ത് ചെയ്യും? സായി കയറി എന്ത് ചെയ്യും? ബാത്റൂമിൽ പോകും, കുളിക്കും, നനയ്ക്കും. എന്നിട്ട് ജാസ്മിനോടെ കിടന്ന് കിടക്ക കൊടുക്കാന്ന് പറയും. ജാസ്മിൻ ഇനി 2 വീക്സിന് നോ രക്ഷ. നിങ്ങൾ ഇനി എത്ര കുത്തിയാലും അവൾ പുറത്താവത്തില്ല. 2 ആഴ്ചത്തേക്ക് സേഫ് സെറ്റ്. ഈ ആഴ്ച എന്തായാലും ക്യാപ്റ്റനാണ്, പുറത്തിറങ്ങാൻ ഒക്കത്തില്ല. തോറ്റേ. അടുത്ത ആഴ്ച എന്താണ്? അപ്പോഴേക്കായിരിക്കും നോമിനേഷൻ വരിക. അതിൽ ചിലപ്പോൾ വന്നാലായി, വന്നില്ലെങ്കിൽ ഉറപ്പൊന്നുമില്ല. അപ്പോഴും പുറത്തിറങ്ങത്തില്ല. 2 ആഴ്ചത്തേക്ക് നിങ്ങൾ ഇനി എന്ത് വിചാരിച്ചാലും ജാസ്മിൻ അതിനകത്തുണ്ടാവും. അപ്പോൾ ജാസ്മിൻ പുറത്താകത്തില്ല. പിന്നെ ഇനി വരുന്ന ഈ 6 അണ്ണന്മാരാണ്. അണ്ണനും അണ്ണിയൊക്കെ ഉണ്ട്. എന്താ അതിനകത്ത് ഒരാൾ ഭയങ്കര സിവിയർ. ഞാൻ നാളെ അത് ആരൊക്കെയാണെന്ന് ഒന്നും കൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് ഞാൻ നാളെ രാവിലെ ഉറക്കം ഉടനെ, എൻ്റെ രാവിലെ ഉറക്കം എഴുന്നേക്കലാണ്, ആ സമയത്ത് ഞാൻ വന്ന് പറഞ്ഞു തരാം. എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് ഇത്ര പേരാണെന്ന്. അതിൽ കുറച്ച് പേർക്ക് കുറേ ഇന്ന് ഞാനത് കുറച്ചൊന്ന് പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്താണ് സംഗതി എന്ന്. അതിനകത്ത് കുറച്ച് ദിയാസനയ്ക്കൊക്കെ പാര വെച്ച ഒരു പയ്യനുണ്ടെന്ന് പറയുന്നു. അത് നോക്കാം, എന്താണെന്ന് നമുക്ക് അന്വേഷിച്ച് പറയാമല്ലോ അല്ലേ? നമുക്ക് കേൾക്കാം. അവിഹിതമൊന്നും മറ്റൊന്നും അല്ല കേട്ടോ, സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹായ് ചേച്ചി, ഹായ്. അപ്പോൾ ഈ ജിൻഡോക്കിട്ട്, ഗബ്രിക്കിട്ട്, ജാസ്മിനിട്ട്, അതിനിടയ്ക്ക് ജിൻ്റെ വന്നിട്ട് ലാലുണ്ട്. ഞാൻ പറഞ്ഞു എന്ത് വേടാ ഇത് ഗെയിമാണെടാ കൊച്ചിറക്ക, ഇതൊക്കെയാണ് ഇവിടെ നടക്കേണ്ടത്. നീ എന്തരെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തള്ളി കയറിക്കൊണ്ട് വന്നടാ, ഇതൊക്കെയാണ് സഹിക്കാനാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പിന്നെ ഇവ എന്തെന്ന് വിചാരിച്ച്. എനിക്ക് ഇന്ന് ലാൽ പറഞ്ഞ കുറേ അധികം കാര്യങ്ങളോട് ഭയങ്കര യോജിപ്പ് തോന്നി. എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, അവിടെ എല്ലാവരും ഈക്വലാണ്. ഒരു പ്രത്യേകതയോ മാറ്റങ്ങളോ ഒന്നുമില്ല. പിന്നെ ജാൻമണിക്ക് ഒരു കൊട്ടൊന്ന് കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി പറഞ്ഞു. പക്ഷെ ആരിലേക്കും അത് എത്തിയിട്ടില്ല. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം എത്തേണ്ടവരിലെത്തി. ജാൻമണിക്ക് എന്താ കൊമ്പുണ്ടോ? എന്താ നിങ്ങൾക്ക് ജാൻമണിയോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ട് എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ വിഭാഗക്കാരെ നമ്മൾ ഭയപ്പെടുന്ന രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ദയവ് ചെയ്തത് മനസ്സിലാക്കുക. ട്രാൻസ് വിഭാഗം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് വേണ്ട ഒരു വിഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം അവരെ പൊതുസമൂഹം എന്ന് പറയുന്നത് നമ്മളെ കുടുംബങ്ങളിൽ പോലും മാറ്റി നിർത്തപ്പെടുന്ന ഒരു രീതിയുണ്ട്.
കുടുംബത്തിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടുകളയും ചിലർ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ മതത്തിലുള്ളവർ തീർച്ചയായിട്ടും അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യാത്തൊരു വിഭാഗമാണ് ഈ ട്രാൻസ് എന്ന് പറയുന്നത്. അപ്പം അവർക്ക് പൊതുസമൂഹത്തിൽ അക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല ഈ പോലീസ് സേനകൾക്ക്, അതായത് പോലീസ് സംവിധാനങ്ങളിൽ പോലും അവരോട് സംസാരിക്കാനുള്ള സർക്കുലറുണ്ട്. പ്രത്യേക രീതിയിൽ തന്നെ അവരോട് ഇടപെടണം. പക്ഷേ നമ്മൾ ഒരാൾക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ ആ കൺസിഡറേഷൻ അവരുടെ പ്രിവിലേജായി ഉപയോഗിച്ചുകൊണ്ട് അവർ കാണിക്കുന്ന ചില തൊട്ടിത്തരങ്ങളുണ്ട്. ആ തൊട്ടിത്തരം തന്നെയാണ് ആ വേർഡ്. തീർച്ചയായിട്ടും അത് ജാൻമണിയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. കഴ്സിങ് ഇറ്റ്സ് നോട്ട് ആൻ മാഷ്. അതൊക്കെ നമ്മൾ പറയുക അനുഭവിക്കണം, നശിച്ചു തീർന്നു പോകൂടാ, ഇതൊക്കെ കുഴപ്പമില്ല. പക്ഷെ നോ, ഞാൻ പറഞ്ഞാൽ, എൻ്റെ വിഭാഗം പറഞ്ഞാൽ തീർന്നു പോകൂ. നമ്മുടെ തമിഴ്നാട്ടിൽ ഇവരെയൊക്കെ പറയുന്നത് അറുവാണികൾ എന്നാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ഭാഷയിൽ അവരിതാണ് പറയണത്. അപ്പോൾ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് അവരുടെ വാണി, അതായത് വാക്കുകൾ അർത്ഥ വാക്കുകൾ ആണ് എന്നാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിക്കേണ്ട ആൾക്കാരാണ് എന്നൊരു ഭയം അവർക്കുണ്ട്. ഇവർ വന്ന് തട്ടി പാട്ടൊക്കെ പാടി കൈയൊക്കെ കൊട്ടിക്കൊണ്ടുവന്ന് നമ്മളുടെ അടുത്തൊന്ന് ക്യാഷ് വെച്ച് നമ്മൾ പൈസ അപ്പോഴേ കൊടുക്കും, പേടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു ലെവലിൽ നിന്ന് മാറി ഇവരുടെ ഭാഗത്ത് നിന്നുള്ള ആൾക്കാർ എഡ്യൂക്കേറ്റഡായി നമ്മളുടെ അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഇരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ടേമിൽ നിന്നും ഒരു കൊട്ടിപ്പാടി ഒരുമാതിരി കുണുക്ക് കാണിക്കുന്നതിൽ നിന്നും വ്യത്യസ്തരായി അവർ ഈ ഒരു ടേമിലേക്ക് വരുന്നതിനോട് എനിക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്. ഇവിടെ സ്ത്രീകൾ തന്നെ മറ്റൊരു ലെവലിലേക്ക് ചിന്തിക്കുന്ന ഒരു രീതിയാണ്. അതായത് പൊട്ട്, വള, മാല, കമ്മൽ ഇതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി ഞാനൊരു അണിഞ്ഞൊരുങ്ങേണ്ട മെറ്റീരിയലാണ് എന്ന് പറയുന്ന പെൺകുട്ടികൾ പോലും ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചിട്ട് ഐ എം എ പേഴ്സൺ, ഐ എം എ ഹ്യൂമൻ ബീയിങ്, നോട്ട് ഫോർ മെറ്റീരിയലിസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തലുകൾ വരുന്ന സാഹചര്യത്തിൽ പെണ്ണായി മാറുന്ന ഈ ആൾക്കാർ, അതായത് ട്രാൻസ് വിഭാഗം, ഓവറായിട്ടുള്ള ഈ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വരുന്ന ഒരു ടേമുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ അവർ മാറി അവരൊരു ഹ്യൂമൻ ബീയിങ് ആയി വരണം എന്നുള്ളതാണ് എൻ്റെ ഭാഗം. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. മൂർച്ച കൂടുതലാണ് അവരുടെ വാക്കുകൾക്ക്, കുറച്ച് കൂടുതലാണ്, ഇച്ചിരി ഇമ്മിണിയല്ല, ഇച്ചിരി തോനെയും കൂടുതലാണ്. എല്ലാവർക്കും ജാസ്മിൻ ആൻഡ് ഗബ്രി കോപ്രായങ്ങൾ കാണാൻ ഇഷ്ടം, അതുകൊണ്ടാണല്ലോ അവർ സേഫായേ. അവർക്കെതിരെ സംസാരിച്ച യമുന ഔട്ട്. പേഴ്സണാലിറ്റി ഇല്ലാത്തവരെ ആണ് ഇഷ്ടം പബ്ലിക്. നാദിര നല്ലൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. നോ, ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ തന്നെ ഈ ഷോ കാണുന്നവരോടത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വോട്ടിടുന്നവരെ അല്ല അവർ പുറത്താക്കുക. വോട്ടിട്ടാൽ അത് ആ ഒപ്പീനിയൻ എടുക്കും എന്നതിനപ്പുറം അവർ തന്നെയാണ് ഡിസിഷൻ മേക്കേഴ്സ്. അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഇവരെ നിങ്ങൾ വോട്ടിട്ട് പുറത്താക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു റൗണ്ടൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് അതിനകത്ത് കൊണ്ട് ഒട്ടിച്ച് വെച്ചത് ഈ ഗബ്രിയെയും ജാസ്മിനെയും. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതിനകത്ത് പുറത്താകാൻ അർഹതയുണ്ടായിരുന്നത് അൻസിബയ്ക്കായിരുന്നു. ഒരു വർത്തമാനവും ചെയ്യാതെ ഒന്നും ചെയ്യാതിരുന്നത് ആ ഒരു ജന്തുവാണ്. അതിനെ പിടിച്ച് പുറത്താക്കണമായിരുന്നു. പകരം ഈ പറഞ്ഞ ഇവരെ യമുന റാണിയെ പുറത്തു വിട്ടത് ഭയങ്കര റോങ് ആയിപ്പോയി. പക്ഷേ യമുന റാണിക്ക് അതാണ് സേഫ്. ബിക്കോസ് BP ലോ ആകുന്നു ആൻഡ് ദാറ്റ് സറൗണ്ടിങ്സ്, അത് അവരുടെ ഏജ് ടോട്ടൽ പ്രോബ്ലമാണ്. അവർക്കത് ഓവർകം ചെയ്യാൻ ഒക്കത്തില്ല. ബിക്കോസ് വെൻ ഷീ ഈസ് ടോക്കിംഗ്, ഒരു കാര്യം പറയുമ്പോൾ തന്നെ അവരുടെ ഒരു ലെവൽ കണ്ടോ, ഭയങ്കര ഡേഞ്ചറാണേ. അപ്പോൾ അവരുടെ സേഫ്റ്റിക്ക് ലെറ്റ് ഹർ ഗോ ഔട്ട്. പ്രത്യേകിച്ച് ഏജ്ഡ് ആയവരെയൊന്നും അവിടെ അധികം നേരം നിർത്തത്തില്ല. ഒരു ഇതിന് വേണ്ടിയിട്ട് അവരവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ ഏജ്ഡ് ആയവരെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡ്രാമ. പക്ഷേ അവരെ കൂടുതൽ അവിടെ നിൽക്കത്തില്ല. ബിക്കോസ് ദേ കാൺട്ട് അഫോർഡ്. അവർക്കിത് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏജ്ഡ് ആയ വ്യക്തികളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? നിങ്ങൾ നടന്ന് നീങ്ങുന്ന എല്ലാ വഴികളിലൂടെ അവർ സഞ്ചരിച്ചു, അപ്പ് ആൻഡ് ഡൗൺസ് കണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത്. സോ ദേ ഹാഡ് ഇനഫ് ഇൻ ദെയർ ലൈഫ്. ഇനി അവർക്ക് വേണ്ടത് ഒരു കംഫർട്ട് സോണാണ്. സോ ലെറ്റ് ഹർ ബി. അങ്ങനെ നിൽക്കുന്നതിനാണ് ഞാൻ പറയുന്നത്. അതാണത് ശരിയായ ഒരു മാർഗ്ഗം. നമ്മുടെ പ്രോബ്ലംസ്, നമ്മുടെ പ്രശ്നങ്ങൾ, ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്? നമ്മുടെ കുടുംബം, കുട്ടികൾ, അവരുടെ പഠിത്തം, അത് ഇതൊക്കെ കൊണ്ട് നമ്മുടെ പേരൻസിൻ്റെ കൊണ്ട് കൊടുക്കരുത്. ബിക്കോസ് അവർക്ക് വേണ്ടത് സമാധാനവും ആ സമയത്ത് അവരൊരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ വ്യക്തികൾക്ക് ആ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഏജ്ഡ് ആയവരെ കൺസിഡർ ചെയ്യുന്നത്. അവരത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളത് കൊടുക്കണം. ബിക്കോസ് അവർക്ക് സമാധാനമാണ് ആ സമയത്ത് വേണ്ടത്. പലരും അമ്മമാരുടെ പെൻഷൻ, മീ ഉൾപ്പെടെ ഒക്കെ പെൻഷൻ വാങ്ങിയെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പം എൻ്റെ ഒരു ടൈം എങ്ങനെയെന്ന് വെച്ചാൽ മാസം 10-ാം തീയതി അവിടെ പോയി നിൽക്കും പെൻഷൻ കശടിച്ച് മാറ്റാനായിട്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പിന്നീട് ഈ എല്ലാവരും പിച്ചു പറക്കിക്കൊണ്ട് പോയ ശേഷം പിന്നെ ഒരു ലെവലുണ്ട് എൻ്റെ അമ്മയ്ക്ക്. അത് എന്നെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്ന എൻ്റെ മോനാണ്. അവൻ കൊണ്ട് കൊടുക്കും. അപ്പോൾ അതൊരു സേഫ് സോണിലേക്ക് പോകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവർക്ക് പേയ്മെൻറ്റ് ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ ഷീ നീഡ് സം മണി. അവർക്ക് ഇവർക്ക് കൊടുക്കുക, ചക്കാത്ത് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പോലും മനസ്സറിയാതെ ചില നേരം ആ ടോർച്ചർ അവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ഷീ ലൈക്സ് ഇറ്റ്. അവർക്കത് ആഗ്രഹമുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചോദിച്ചിട്ട് പറയും, കണ്ടോ എന്തെങ്കിലും വിഷമം നമ്മൾ പറയത്തില്ലെന്ന് പറയും. എൻ്റെ പേഴ്സണൽ കാര്യമില്ല, നമ്മൾ ബിഗ് ബോസ് അല്ലേ. കമ്മിങ് ബാക്ക് ടു ബിഗ് ബോസ്,
അപ്പോൾ യമുന റാണി അവിടുന്ന് പുറത്ത് പോയത് കുറച്ച് സേഫായിട്ട് തോന്നി. നമ്മൾ ഏജ് വെച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രീരേഖ അയ്യേ അല്ല ശ്രീരേഖ, പക്ഷെ ഇന്ന് കുഴപ്പമില്ല കേട്ടേ. നമ്മൾ ഇന്ന് കഴിഞ്ഞ 2-3 പറയുന്ന കണക്കല്ല, ശ്രീരേഖ ഇന്ന് ഡീസൻ്റ് ആയിരുന്നു. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല സൂപ്പർ ഒന്നും പറയാൻ എന്തുവായിരുന്നു. പക്ഷെ എൻ്റെ പാട്ട് അവൾ കൊളാക്കി. എന്നാലും പെർഫോമൻസ് ആരൊക്കെയായിരുന്നു നല്ല പെർഫോമൻസ് ചെയ്തത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം നമ്മൾ ജിൻഡോയുടെ അടുത്ത് ചോദിക്കുന്നു, പിന്നെ ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നു, പിന്നെ അതിനുശേഷം ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്ത ഏറ്റവും കൂടുതൽ ബാഡ് വേർഡ് ഉപയോഗിച്ച് ജാസ്മിൻ അല്ലേ ഈ മാല ജാസ്മിൻ എന്തുടെ ആരും കൊണ്ടിട്ട് കൊടുക്കായിരുന്നു, എല്ലാവരും ജിൻഡോയ്ക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഓക്കെ ആണെന്നാണ് അർത്ഥം. പൊട്ടികളും പൊട്ടന്മാരുമാണ് അവിടെ ഉള്ളതിൻ്റെ തെളിവാണ് അത്. ഇതിൽ നിന്ന് ഒരു കാര്യം ജാസ്മിന് മനസ്സിലാക്കാം, ഔട്ട്സൈഡുള്ള ആൾക്കാരെക്കാൾ അകത്തുള്ളവരാണ് അവൾക്ക് സേഫ്റ്റി. അവർ വൈറ്റ് കാർഡ് വല്ലതും വന്നോ, വരും നാളെ വരും. മുടിയനോ ഹായ് വള്ളി കെട്ടി വെച്ചു, അയ്യോ രമേശൻ നിങ്ങൾ ഇവിടെ പോയി ചത്തുപോയാൽ ഞാൻ വിചാരിച്ചും കാണാനില്ലായിരുന്നല്ലോ. അൻസിബ കട്ടിലിരുന്നാണ് യുദ്ധത്തിന് ഓരോരുത്തരെയും ഒരുക്കുന്നത്. അൻസിബ വേസ്റ്റാണ് കേട്ടോ. ശ്രീധുവിനെ അർജുനെ ലാലേട്ടന് മനസ്സിലാക്കിക്കളഞ്ഞു. ഷിനു നിസാർ അങ്ങനെ ലാലേട്ടൻ മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് തമ്മിൽ ഒന്നുമില്ല, അവിടെ ഉള്ള കണ്ടസ്റ്റൻസും കൂടെ അത് പറഞ്ഞുണ്ടാക്കുന്നു. ലാലേട്ടൻ മാമാപ്പണി ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ പെങ്കൊച്ച് ഓപ്പണായിട്ട് പറയണം ഐ ആം നോട്ട് ഹിയർ ഫോർ ദാറ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അർജുൻ ആര് വീണ് കിടന്നാലും എടുത്തോണ്ട് പോകും. ഇന്നിപ്പം ജാൻമണി വീണ് കിടന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്, നാളും വീണ് കിടന്നപ്പോഴും എടുത്തോണ്ട് പോയി. എല്ലാവരും അവ എടുത്തോണ്ട് പോകും. അവൻ കുറച്ച് ഹെൽത്തിയാണ്. മറ്റവൻ്റെ കണക്ക് ജുണ്ടാനല്ല, അവൻ ഹെൽത്തിയാണ്. അതുകൊണ്ട് അവൻ എല്ലാവരും എടുത്തോണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പ്രണയമാണെന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പരിപാടിയാണ്. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അത്യാവശ്യം അവർ ഒരു കൂടെയുള്ള ഒരാൾ ഡാൻസ് കളിക്കുമ്പോൾ ഒന്ന് കിട്ടി, അത് നാച്ചുറൽ മാൻ ബോയ്. ജാസ്മിനെ പണ്ടേ കണ്ണൂടല്ലോ ബോഡി ബ്ലൂ റൈസ്ഡ് ഗാംസ് എന്ത് മക്കളെ ഇത്? എന്തെങ്കിലും ഇതായിരിക്കും. ഓക്കെ. മുടിയൻ ഇന്ന് നല്ല പേടിച്ചു കേട്ടോ. മുടിയൻ ഇന്ന് നല്ല പേടി കിട്ടി. എല്ലാവർക്കിട്ടും താങ്ങുന്ന കണ്ടപ്പം മുടിയന് മനസ്സിലായി ലാൽ നല്ലതുപോലെ കൊടുക്കും. ഞാൻ പറഞ്ഞു ഇമോഷണലി വീക്കായ 2 കണ്ടസ്റ്റൻ്റ് അവിടെ ഉള്ളത്. 1 നോറയാണ്, 2 മുടിയൻ. ഇന്നലെ രാത്രി ജാൻമണി കരഞ്ഞ എന്തിനാണെന്ന് അറിയാമോ? ജാൻമണി എവിക്ഷനിലുള്ളത് കൊണ്ടാണ്. അവൾക്കറിയാം അവൾ പുറത്ത് പോകുമെന്ന്. അവൾ സേഫ് ആയപ്പോഴത്തേക്ക് ഏകദേശം ഒരു സമാധാനമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ ഡോണ്ട് നോ. അല്ല എവിക്ഷനിലില്ലായിരുന്നു, ക്യാപ്റ്റൻസിയിൽ അല്ല. ഈ വരുന്ന ഒരു ഇതിനകത്ത് അവൾ പറഞ്ഞ 3rd ക്ലാസ് പാദം വെച്ചിട്ടുള്ള അവളുടെ ഡയലോഗ് ഇതൊക്കെ കുറേ ഹൈലൈറ്റ് ചെയ്തല്ലോ. അത് മാത്രമല്ല ശ്രീരേഖ ഉൾപ്പെടെ അതിനകത്ത് ഉറച്ചു നിന്നു. ശ്രീരേഖയുടെ കുറേ വാക്കുകൾ ലാലേട്ടൻ ഒരു ചെറിയ അമ്പുകൾ അങ്ങനെ നെഞ്ചിലേക്ക് തെറച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ശ്രീരേഖയോടാണ് ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. വേറെ ആരോടും ചോദിക്കാത്തൊരു അഭിപ്രായം ശ്രീരേഖയോട് ചോദിച്ചപ്പോൾ ലാലേട്ടൻ ശ്രീരേഖയുടെ കെണിയിൽ വീണു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സത്യത്തിൽ അർജുനും ശ്രീധുനും അവിടെ അമ്പും ബില്ലും വലിക്കുന്നതിന് പകരം ലാലേട്ടനും ശ്രീരേഖയും കൂടെ ഒരു അമ്പും ബില്ലും വലിച്ചാൽ കൊള്ളാമായിരുന്നു. ശ്രീധുവിന് പെർമിഷൻ ഇല്ല, സന്തോഷമില്ല, പക്ഷേ ലബൾക്ക് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചരണ്യരൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ലാലേട്ടനെ കിട്ടുമെന്ന് ഡാൻസ് കളിച്ച ഈയോടി എന്തിനാടി മോളെ പുറത്ത് ജാസ്മിൻ ആൻഡ് ടീംസ് പ്ലാനഡ് ആയിട്ടാണ് അകത്ത് കയറിയിരിക്കുന്നത്. അതാണ് സപ്പോർട്ട് അവരുടെ രഞ്ജു. അതൊക്കെ വെറും എന്താ പറയണേ, അതെങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളൊരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് ഒരു വെള്ള ലൈറ്റും അപ്പുറം ഇപ്പുറം ഒന്നും ഇല്ലാതെ ഇങ്ങനെ കൊണ്ട് പൂട്ടിയിടുമ്പോഴേ നിങ്ങൾക്ക് അവസ്ഥ മനസ്സിലാവും. ആ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും. അത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. എഡിറ്റഡ് ആണ് എന്ന് റോബിൻ പറഞ്ഞത് കറക്റ്റാണ്. ഇറ്റ് ഈസ് നോട്ട് സ്ക്രിപ്റ്റഡ്, ഇറ്റ് ഈസ് എഡിറ്റഡ്. അതിനകത്ത് കയറിയാൽ ഭ്രാന്ത് പിടിക്കാത്തവനും ഭ്രാന്ത് പിടിച്ചു പോകും. അതേ ഷെഫീന, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് 10K സബ് ഉണ്ട്. സീക്രട്ടിനെ അതുപോലെ സബുണ്ട്. അത്രയും ആളുകൾ കണ്ടാൽ ഏഷ്യാനെറ്റ് വരുമാനം കൂടും. അത് മനസ്സിലാക്കാൻ മറക്കരുത്. നല്ലോ എന്തൊരു തലയാ അക്കു ഷോടാ, ഞാൻ ഇതുവരെ അത് ചിന്തിച്ചില്ല കേട്ടോ. അതൊരു പോയിൻ്റാണല്ലോ. 10 മില്യൺ ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അസലയും കൂടെ കൊണ്ടുപോകാൻ പറ. അസലയാകുമ്പോൾ 10 മില്യൺ ആയി. 1 മില്യൺ അടിച്ചു, സോറി 10 അല്ല 1 മില്യൺ അടിച്ചു അസലയും. എന്നാൽ പിന്നെ അസലയും കൂടെ കൊണ്ടുപോകുക. അപ്പോൾ ഇത്രയും പേര് കാണത്തില്ലയോ? അയ്യോ പൊട്ട് സാധനമേ. അവിടെ ഉള്ളവർ തന്നെയല്ലേ ഇവിടെയും, ഇവിടെ ഉള്ളവർ തന്നെയല്ലേ അവിടെയും. പുറത്ത് ജാസ്മിൻ ആൻഡ് ടീംസും ഏജ്ഡായ യൂട്യൂബേഴ്സിനെയും ബിഗ് ബോസ് ഇത് കാണാറില്ല. മച്ചമ്പി പറഞ്ഞതിൽ നിന്നും ഏജ്ഡായ ബിഗ് ബോസിനെയും പോലുള്ള ശൈലിയാണല്ലോ. എടാ ഉച്ചയ്ക്കത്തെ എൻ്റെ വീഡിയോ കണ്ടില്ലേ?
ഈ വയസ്സ് പറഞ്ഞൊരുമാതിരി ആക്കുന്നവന്മാർക്ക് ഞാൻ പച്ചയ്ക്ക് അങ്ങ് തന്നിട്ടുണ്ട് ഉച്ചയ്ക്ക്. അത് തന്നെ നിനക്കും പറയണം, പോടാ തക്കാളി. 18+ മാല. വാ 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 ചാൻസേ ഇല്ല. എന്തുവായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ്. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് കിട്ടാൻ നിലമറന്ന് ഞാൻ കിടന്നങ്ങ് ബഹളമായിരുന്നു. എൻ്റെ മോൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് പബ്ലിഷ് ചെയ്തില്ല. നിങ്ങളിത് കണ്ടാൽ നിങ്ങൾ ഞേട്ടം. അഞ്ജിത നായർ പറയുന്നുണ്ട്, നിങ്ങൾ ഞാട്ടം. ആ ഞാട്ടം അമ്മതിരിയായിരുന്നു. എന്തുവായിരുന്നു, സൂപ്പർ. പരസ്യം കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത കലി വരുന്നുണ്ടായിരുന്നു. കിടുക്കച്ചി. അൻസിബ ഒന്നും പറയാനില്ല. അൻസിബ കൃത്യമായിട്ടൊരു ഡോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 18+ ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അൻസിബ ജിൻഡോയ്ക്കല്ലേ കൊടുത്തത്? ആണല്ലോ. പിന്നെ ആരുടായിരുന്നു? ഒരു ഡോസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രീതുവിൻ്റെ ഡോസായിരുന്നു സൂപ്പർ. അതിനകത്ത് ഒരു ഗോള് കൂടുതൽ അടിക്കുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ. എന്താണെന്നറിയാമോ? മലയാളം അറിയാത്ത നിനക്ക് പോലും മനസ്സിലായി ജിൻഡോ ഓവറാണെന്ന്. അല്ലേ ശ്രീതു? അതെ ലാലേട്ട അതാ പറഞ്ഞത് ശരിയായിട്ടില്ലെന്ന്. സത്യമാണ്, എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ശ്രീതുവാണ് കേട്ടോ. ചിലപ്പോൾ ആൾ തമിഴൊക്കെ പറയുന്നുണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. മലയാളം ആയിരത്തി ജിൻഡോയ്ക്ക് കിട്ടി. അപ്സര വന്ന് ഈ സാധനം അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഒരു വാക്ക് എനിക്കതിനകത്തൊരു സ്ട്രൈക്ക് ചെയ്തു. ഒരാക്കലാക്കിയത് കണക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? എനിക്ക് ഫീൽ ചെയ്തു സത്യം കിട്ടും. ഒരാക്കൽ അതിനകത്തുണ്ട്. നിങ്ങൾ അല്ലേ ഇപ്പോൾ പറഞ്ഞത് ഏജ്ഡ് ആയവർ ബിഗ് ബോസിൽ നിർത്തില്ല തക്കാളിയെ. തക്കാളി അതിനകത്ത് നിൽക്കാക്കത്തില്ല, ശ്വാസം കിട്ടണ്ടേ? ടെൻഷൻ അടിച്ച് പ്രഷർ അടിച്ച് BP അടിച്ച് ചത്തുപോകൂലേ? എനിക്കിതുവരെ BP ഷുഗറൊന്നും കൊളസ്ട്രോളൊന്നും വന്നിട്ടില്ല. അപ്പം എന്നെ എടുക്കാം, എനിക്ക് കുഴപ്പമൊന്നുമല്ല. ഞാൻ അതിനകത്ത് വന്നാൽ അതിലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ BP ഹൈ ആവും, കൊളസ്ട്രോൾ വന്ന് എല്ലാം ചത്ത് മലക്കും. ജാസ്മിൻ ആദ്യം സൂയിസൈഡ് ചെയ്യും, വേണമെങ്കിൽ ഗ്യാസ് എന്നെ പൊട്ടിച്ച് വലിച്ചരിച്ച് ദേഹത്തൂടെ തേച്ച് വരയ്ക്കും, തീ കത്തിച്ച് അവൾ സ്വയം മരിക്കും. അമ്മാതിരിയായിരിക്കും. നമ്മൾ टेंशन लेने का है बेटा, टेंशन देने का है बेटा, लेने का नहीं है. टेंशन देने का है, मैं टेंशन देती हूँ, लेती ही नहीं है. മനസ്സിലായടാ? ഷട്ടപ്പ്. സീരിയസ് ആയിട്ട് ഇവിടെ ഒരു കാര്യം അവതരിച്ച് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കണസാ മിണ്ടേടാ സംഖി. ഞാൻ ഇനി ഈ ബിഗ് ബോസ് തീരുന്നിടം വരെ ഒരു സംഗീതവും പറയുന്നതല്ല. പക്ഷെ ഇന്നൊരു സംഗീതം ഉണ്ട് എനിക്ക്, ഇത് കഴിഞ്ഞിട്ട് പറയാം, ലാസ്റ്റ് പറയാം. നീ പോരത്ത് അവിടെ ഇരിക്കണം, ഓടരുത്, ഓടിച്ചിട്ടടിക്കണം. പിന്നെ ആരായിരുന്നു? ചരണ്യ. അയ്യോടി മോളെ, ഇവള് പുറത്താവുമെന്ന് ഞാൻ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇന്ന് നല്ലല്ലോ കളിച്ച് കേട്ടാ, മിടുക്കത്തി. അതുകൊണ്ട് അത് കുഴപ്പമില്ല. നോറ കൊടുത്തത് ഗബ്രിക്ക്. നോറ മോളൊരു പാവം കേട്ടോ, പേടിച്ച് ഇക്കറി ഇവള് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവില്ലേ വയറിളക്കായിരിക്കും. 24 മണിക്കൂറും പേടി. ഇങ്ങനെ പേടിച്ചാൽ വയറിളക്കമല്ല വേറെന്ത് വരെ കഷ്ടം. അതിനാ ഇതിൽ നിന്ന് പുറത്താക്കി കേട്ടപ്പോൾ എൻ്റെ ഒരു ഓട്ടം കണ്ട. അയ്യോ പാവം തോന്നി കേട്ടോ, പാവം കുട്ടി. എനിക്ക് നോറയ്ക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ പോകണമെന്ന് തോന്നിയത്. നോറയ്ക്ക് വേണ്ടിയിട്ട് നോറയുടെ പ്രതീകമായി നിന്നുകൊണ്ട് വേണം ജാസ്മിൻ 2 പറ്റിക്കാൻ. റസ്മിൻ അത് പിന്നെ പ്ലാനഡ് ആണല്ലോ ജിൻഡോയ. പക്ഷേ ഇന്ന് കാണിച്ചതിൽ ഏറ്റവും ഭീകരമായും ഏറ്റവും വൾഗറായും എനിക്ക് തോന്നിയത് ജിൻഡോയെ അവരിറക്കി വിട്ട രീതിയാണ്. സി ദാറ്റ് പീപ്പിൾ ആർ മാഡ്. അവരെല്ലാം ഒന്നിച്ചു വന്നു, ഒന്നിച്ചൊരു ഹൗസായിരുന്നു. 1 പേഴ്സൺ ഈസ് ലീവിങ്. ബാക്കിയുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ? സത്യം കേട്ടാ. ആരോ ഒരു കമൻ്റൊക്കെ ഇട്ടെന്ന് പറയുന്നത് കേട്ടില്ലേ? അത് സത്യമല്ല. മോഹൻലാൽ പറഞ്ഞ കാണാം, ഏറ്റവും വേസ്റ്റ്, ഏറ്റവും മോശപ്പെട്ട കണ്ടസ്റ്റൻറ്റും ഏറ്റവും മോശപ്പെട്ട ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരും സീസൺ 6 തന്നെയാണ്. തീർച്ചയായിട്ടും വൾഗർ ചിച്ചി. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളൊക്കെ ഏത് ടീമാണ്? ഞാൻ എപ്പോടെ എഴുന്നേറ്റ് അത് തന്നെ യൂട്യൂബ് സ്വീകരിക്കണമെന്നാണ് നീ പറഞ്ഞത്. ലേശം കുത്തിത്തിരിപ്പ്. ആയിക്കോട്ടെ. അർജുൻ ജിൻഡോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ജിൻഡോ കൊടുത്തത് ഗബ്രിക്ക്. അത് നന്നായി. എനിക്കെപ്പോഴും മനസ്സിലാവാത്തത്, ജിൻഡോയൊക്കെ പറഞ്ഞത് ഗബ്രിയല്ല, കൂടുതൽ തന്തയ്ക്ക് വിളിച്ചത് ജാസ്മിനാണ്. പിന്നെ എന്താണ് ജിൻഡോ അത് ഗബ്രിക്ക് കൊടുത്തത്? ഗബ്രിക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പൊട്ടനാണ് കേട്ടോ ജിൻഡോ, സത്യം. ജാൻമണി ജാസ്മിന് കൊടുത്തു, യമുന റാണിയും ജാസ്മിന് കൊടുത്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരല്ലേ കൊടുത്തുള്ളൂ, വേറെ ആരും കൊടുക്കാൻ നിന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കളി അറിയായിരുന്നു. യമുന റാണിക്ക് കളി അറിയായിരുന്നു. ജാൻമണി ഇനി ഒറ്റപ്പെടും. ബിക്കോസ് ഇന്നലത്തെ കരച്ചിൽ കണ്ടോ? കരച്ചിലൊക്കെ ഒന്ന് സമാധാനിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡായി. ഉറക്കം വരാത്തത് കൊണ്ടാണ് ഞാൻ ലൈവ് ഇട്ട് കണ്ടത്. കരച്ചിൽ അതിനൊക്കെ ദൂരെ വല്ല കിണറ്റില്ല, അവിടെ കിണറങ്ങാൻ ഉണ്ടായിരുന്നു, എടുത്തങ്ങ് ഇട്ടേക്കാൻ പറഞ്ഞു. ചരിയം ഇതൊരു കരച്ചിൽ. എനിക്ക് തലയെ കിണറും കൊണ്ട് കിടക്കുന്നതിന് കണ്ണെടുത്താൽ ഇന്നത്തെ ഡ്രാമ എന്തോരു നിലവിളിയായത്, എന്തുവാ ഇത്? അയ്യേ പോകല്ലേ ചേച്ചി, ഞങ്ങൾക്ക് ചേച്ചി വേണം. ജാസ്മിൻ ഒരു സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്, രാക്ഷസി ചേച്ചി നേരെ വെക്കും. അതുകൊണ്ട് ചേച്ചി പോണ്ട.
മക്കളെ നടക്കൂല. ഈ മുത്തുമണി ഡ്യൂട്ടിയിലായിരുന്നു. ഇപ്പോൾ തീർന്നു. ഖത്തർ പ്രേക്ഷക ആണോ മോളെ? ഒടിയൻ സിനിമയുടെ 2ാം ഭാഗം മൈക്ക് ഒടിയൻ. രോഹിത് ഉള്ളപ്പോൾ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാക്കിയ ഇടേ ഇതൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ മനസ്സിലാവുന്ന ഭാഷ എഴുതിയിടും. ഗബ്രീനെ ഓർക്കുമ്പോൾ പാവം തോന്നുന്നു. അവന് ഇത്രയും നല്ല പെൻസിനെ കിട്ടും. അല്ല, ഗബ്രി തെറ്റിദ്ധരിക്കുന്നതാണ്. ഗബ്രി ട്രാപ്പിഡാണ്. അതാണ് ആ ചെറുക്കനെ മനസ്സിലാവുന്നില്ല. അത്രയേ ഉള്ളൂ. ഇന്നത്തെ പെർഫോമൻസിൽ ഇത്രയും ദിവസം ഒരു ഇളക്കവും നോറ പറയുമ്പോൾ ഈ കോലമൊക്കെ കാണിച്ച ജാസ്മിന് നെറ്റിയടി. സത്യമായിട്ട് മോഹൻലാലിന് എൻ്റെ വക ഒരു ഉമ്മ കിട്ടൂന്ന് പറഞ്ഞാൽ കിട്ടൂ. ഇന്നത്തെ പെർഫോമൻസിൽ നിന്നെ ഞാൻ സമ്മതിച്ചളിയാം, ചെക്കളിയാം. കിട്ടുവായിപ്പോയി. നല്ല ഫസ്റ്റ് ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അവിടെയൊക്കെ കൊടുത്തപ്പോൾ റസ്മിൻ മോഹൻലാലിനെ ഒന്ന് നോക്കി എന്താ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അല്ല എന്നാൽ ഒന്നുമില്ല പട്ടാൻ. അല്ല, ഗബ്രി എഴുന്നേറ്റ് നമ്മൾ ചെയ്യണം. എന്താണ് തെറ്റാണ് ലാലേട്ട. ലാലി ആര്? അല്ല, നിങ്ങൾ തെറ്റുകാരനാണ് ലാലേട്ട, ഞാൻ ശരിയാണ് ലാലേട്ട. പിന്നെ അവർ രണ്ടുപേരും പോകുന്നില്ലേ മറ്റേ നമ്മുടെ പേളിയും ശ്രീനിഷും പോകുമ്പോൾ ഉള്ള കെട്ടിപ്പിടുത്തം. കപ്പറി ഈ പിള്ളേരയിൽ കിട്ടണം കേട്ടോ. ട്രോളെന്ന പിള്ളേരായി കിട്ടിയത് പൊളിച്ച് കയ്യിൽ കൊടുക്കും. എന്തുവാടി ഇട്ടിരിച്ചിരുന്ന ഉടുപ്പ് ആര് വാങ്ങിച്ചു തന്നടി? അബ്ചലിക്കൊക്കെ വാങ്ങിച്ചു തന്ന ഉപ്പ് ഇട്ടുകൊണ്ട് പോയിട്ട് അവൻ്റെ അടുത്ത് എന്തുവാടി ഈ കാണിച്ചനെ? എപ്പോഴായിത്താ നമ്മൾ അത് പുറത്തു വിടുന്നത്? 50K 1 മണിക്കൂറിൽ കിട്ടും. 50,000 കിട്ടിയിട്ട് എന്ത് കാര്യം മോനെ? വേണ്ട. ഇപ്പോൾ കാണില്ലേ എന്തോന്ന് മൈക്ക് ഓടിച്ചത് സഖാവിന് കത്തിയില്ലല്ലോ. ഞാൻ കണ്ട് മൈക്കൊക്കെ ഓടിച്ചെന്നിരിക്കും. ഞങ്ങളുടെ കയ്യിൽ പരമാധികാരം ഇരിക്കുമ്പോൾ ഞങ്ങൾ മൈക്ക് ഓടിച്ചെന്നിരിക്കും. ചിലപ്പോൾ തന്നെന്ന് വരിക്കും, ചിലപ്പോൾ പിടഞ്ഞു നോക്കി 2 ഇടിച്ചെന്നിരിക്കും. ചങ്കിയൊക്കെ എന്ത് കാര്യം? ചങ്കിയുടെ ജോലി നോക്കി പോടെ. ബിഗ് ബോസിൻ്റെ കാര്യം പറയുമ്പോൾ ചങ്കിയുടെ കാര്യം പറയും. നീ പോവരുത്, നീ അവിടെ നില്ല്, നിനക്ക് ഞാൻ മൈക്കിൻ്റെ കാര്യം ഇപ്പം തരാടാ. എന്തുവാ ജനന സർട്ടിഫിക്കറ്റിൽ മതം വേണമെന്ന് പറയുന്ന ആദ്യത്തെ നാൾ നിങ്ങളാണ്. ഭരണഘടന നിനക്ക് ഓർമ്മയുണ്ടാടാ? ഭരണഘടനയെ പറ്റി വല്ല ബോധം ഉണ്ടോടാ സംഘി? ഭരണഘടനയിൽ എന്തോടാ എഴുതിയിരിക്കുന്നത്? അതിന് വിരുദ്ധമായിട്ടല്ലേടാ ഇപ്പോൾ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്ന. നീയൊക്കെ ഭരണഘടന വിരുദ്ധമായ സംഖ്യയാണ്. ഓർറ ബിഗ് ബോസ് പറയാൻ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് ശ്രീരേഖ ജാൻമണിയും ഒരു കാര്യം അങ്ങോട്ട് പറയുന്നുണ്ട് അല്ലേ? അല്ല ജാൻമണി പറയുന്നുണ്ട്. അതായത് യമുന റാണി ജാസ്മിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ തനിക്ക് കിട്ടിയോ? ഗബ്രിക്ക് കിട്ടുന്നെങ്കിൽ കിട്ടിട്ട്, ഗബ്രി പുറത്ത് പോകണമെങ്കിൽ പോട്ട്, ഞാനിവിടെ അങ്ങ് ഇരിക്കാം. എന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു നോട്ടമുണ്ട് ജമുന റാണി അതൊന്നും ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുമ്പോൾ പറഞ്ഞ ഈ ജാസ്മിൻ്റെ ഒരു നോട്ടം കണ്ടായിരുന്നോ? എന്ത് പാടാ ഈ പറയുന്ന ഈ തള്ള, ഈ സ്ത്രീ എന്തുവാ ഈ പറയണേന്ന് ഒരു നോട്ടം. ജാസ്മിൻ്റെ നോട്ടം കണ്ടായിരുന്നു. ഒരു 1.5 നാട്ടായിപ്പോയി അത്. ഞാനപ്പം മനസ്സിൽ പറഞ്ഞത് എടി നോക്കാതെടി വടക്ക് സാധനമേ, നിന്നെ തന്നെ പറഞ്ഞത്. അവർ പറയണതിന് പകരം ഞാനാണത് പറഞ്ഞതെന്ന് വെച്ചോടി, എന്നെ തന്നെ അടി പറഞ്ഞതൊന്ന്. എന്ത് ചെയ്യാൻ? ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അങ്ങ് കേൾക്കണ്ടേ? മോൻ പറയണിട്ട് TV കൂടെ അങ്ങോട്ട് കേൾക്കത്തില്ല. മൈക്ക് വേറെയാണ്. നിങ്ങൾ ഇത്തിരി ചുമ്മാ ഇരി, നാട്ടുകാർ ഇറക്കി വിടും. ഒന്നാ താഴത്തെ വേറെ ആളുകൾ താമസമുണ്ട്, അവരെ ഇറക്കി വിടുന്നു. ഇന്നിവിടെ കിടന്ന് ഭയങ്കര കയറൂട്ടി കയറലായിരുന്നു ഞാൻ കേട്ടോ. ജാൻമണിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ. ജാൻമണിയുടെ കാര്യം ചോദിച്ചില്ലേ? അതൊരു ചോദ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞത് അതൊരു സംസാരിക്കേണ്ട സബ്ജക്റ്റ് തന്നെയാണ്. എനിവേ, നാളത്തെ ആളുകൾ വന്ന് കയറുമല്ലോ, ദേ വിൽ ഷോ ഹർ. ഇനി അവർ ഷോ ചെയ്തില്ലെങ്കിൽ ദീസ് പീപ്പിളിനെ പറ്റി എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനുണ്ട്. ഐ വിൽ ഗീവ് എൻ സൂപ്പർ എക്സ്പ്ലനേഷൻ എഗൈൻസ്റ്റ് ട്രാൻസ് വിഭാഗം. ഓക്കെ, ഡൺ. കമ്പനിയെ മത അടിസ്ഥാന സംവരണമാവാം അല്ലേ? അങ്ങനെയൊക്കെ ആവാം. മത അടിസ്ഥാനത്തിലല്ലടാ. സംവരണം എന്ത് കോക്കനാട്ടെന്നെങ്കിലും അറിയാമോ? ഞാൻ ഇനിയും പഴയ സംവരണം എടുത്തോണ്ടൊന്ന് ഇടണോ? നിനക്ക് സംവരണം എന്തെന്ന് അറിയത്തില്ല. ഒരു ദിവസം മുഴുക്കായിരുന്നു എത്ര ശതമാനം എന്താണ് ഏതാണ് എന്നുള്ള രീതിയിൽ സംവരണത്തിനെ പറ്റി നിനക്ക് ഞാൻ ക്ലാസ് എടുത്ത് തന്നതല്ലേടാ സംഗി. നിനക്ക് ഇനിയും മനസ്സിലായി. നിനക്കൊക്കെ എന്തടാ മുറിയൻസിനെ കാണുമ്പോൾ എവിടെ നോവുന്നടാ? അവരുടെ യൂണിറ്റി കണ്ടപ്പോൾ ഇളകുന്നടാ സംഗി. അവരുടെ യൂണിറ്റി കണ്ട അവരുടെ പവർ. ആ യൂണിറ്റി ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റുമോ? കാര്യം പൊട്ടന്മാരാണെങ്കിലും യൂണിറ്റി ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂലല്ല. പേടിത്തൂറികളെ നിരോധിച്ചൊരു സംഘടനയാണ് RSS. എഴുത്തിട്ട് പാടാ. നീ ഇത് പറയാൻ അനുവദിക്കുന്നോ? അതെ, ഈ രമേശനെ ഇറക്കി വിടറേ എല്ലാവരും കൂടെ. ചിന്തയും ഗബ്രിയേയും പിടിച്ച് ഞാൻ പോണേ. ഈ ചവറ് റിവ്യൂ കേൾക്കാൻ താല്പര്യം. അന്നാ നീ പോടാ. നീ പോവരുത്. പോയിട്ട് കഴിഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ.
ജിൻഡോയും ഗബ്രിയും പിടിച്ചോണ്ട് കൊണ്ടുപോയി ഒരു മുറിക്കകത്ത് അങ്ങ് നിർത്തി. എനിക്കപ്പോഴേ മനസ്സിലായി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ. അല്ല, സാധനമൊന്നും പറക്കുന്നില്ലല്ലോ, അതൊന്നും കാണിക്കുന്നില്ലല്ലോ. അവന്മാർക്കും അറിയാൻ വിടത്തൊന്നുമില്ല. ഇറങ്ങി വായെന്ന് പറഞ്ഞാൽ ഇറങ്ങി ഓടിപ്പോകുന്നു. നമ്മളാണ് മന്ദബുദ്ധികളാകുന്നത്. അയ്യോ എൻ്റെ മോഹൻലാൽ, എൻ്റെ വിക്കോസേ, എൻ്റെ പൊന്ന് വാസേട്ടാ, ഇങ്ങനത്തെ കളകളിയൊന്നും കാണിക്കരുത്. നിങ്ങൾ ഉടായ്പാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ കൂട്ടിക്കൊടുക്കുക മാത്രമല്ല ഉടായ്പിൻ്റെ ഉസ്താക്കന്മാരാണ്. ചബ്രിയെയും ജാസ്മിനെയും അങ്ങനെ അങ്ങോട്ട് ആക്കിയെന്ന് പോരാതെ മാമാപ്പണിയും കൊണ്ട് ക്രീതു അർജുൻ്റെ തലയിലോട്ട് കയറുന്നത് പോരാതെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ ഞങ്ങളെ കാണിക്കണം. അവന്മാർക്ക് ഒരു ഫീലിങ്ങും ഇല്ല. ഈ ഒരു ലെവലിലാണ് അവർ രണ്ടും കൂടെ പോയത്. അതിൽ ഗബ്രി ഇല്ല, ഇയാൾ പറഞ്ഞു വിട്ടാൽ നമുക്ക് രണ്ട് ബാള് 2 ഉണ്ട എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മറ്റേ ഇരുട്ട് മുറിയിലോട്ട് പോയത്. ഇരുട്ട് മുറിയല്ല, വേറെ ഏതാ ഒരു മുറിയിൽ. ഏതായാലും അവിടെ നിന്ന് വന്നു. പിന്നെന്തുവായിരുന്നു, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ പെണ്ണുങ്ങളെ, അപ്സരയുടെ കമ്മൽ സൂപ്പറായിരുന്നു. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ എനിക്ക് അതുപോലത്തെ ഒരു കമ്മൽ വാങ്ങിച്ച അമ്മ, നല്ല രസമുണ്ട്. ഫർദീന്ന് എനിക്ക് മുമ്പ് ഒരെണ്ണം വാങ്ങിച്ചു. നമുക്ക് അതുപോലത്തെ ഒരു കമ്മൽ വേണം കേട്ടോ. അടിപൊളി കമ്മലായിരുന്നു. ഒരു 5-6 തൂക്കണമൊക്കെ ഇട്ടിട്ട് നല്ല ജിമുക്കുള്ള നല്ല സൂപ്പർ കമ്മലല്ലേ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അൻസി വിട്ടിരിക്കുന്ന സാരി കണ്ടു. എന്തുവാടി കളറ്, എന്തൊരു ചേർച്ചയാ പെണ്ണിന് ആ സാരി. പോളി. ഇന്നത്തെ എല്ലാവരുടെ ഡ്രസ്സും കിട്ടുക്കാച്ചിയായിരുന്നു. ആകെ ഇത്തിരി കോലം കെട്ടുന്നത് ആ നൗറയാണ്. ആ പെണ്ണ് ഒരു ഡ്രസ് സെൻസ് ഇല്ല കേട്ടോ. ബാക്കി എല്ലാം ഒരുമാതിരി, എല്ലാത്തിനും ഒരു കോലം കെട്ടലാണ്. ഇതെന്തിന് ജീവിക്കണ എന്തോ, ഇതെങ്ങനെ ഇത്രയൊക്കെ ആയാ എന്തോ, എനിക്ക് ഒരു രൂപമില്ല. മുടി പോതി വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. അയ്യേ. പക്ഷേ അൻസിബ ചാൻസിൽ എന്തൊരു ഭംഗിയാ. ഡാഷ് ക്യാം കരുവാട്. ഇതൊക്കെ മനസാക്ഷി ഇപ്പോഴും ഉണ്ട്. നീ മറ്റവളുടെ കൂടെ കൊളാബ് ചെയ്തപ്പോഴും മാപ്പ് വിളിക്കാൻ നടന്നപ്പോഴും ഷെഫീന നിന്നോട് എന്തു പറ്റി? ക്ഷമിച്ചു, എന്നാൽ ഇനി വില്ലിങ്ങൽ ഡാഷ് ക്യാം എന്തു പറ്റി? എന്താ പ്രശ്നം? കരിവാട് അവിടെ കിടന്നെല്ലാം പറഞ്ഞു. അവക്ക് പിരിയാന്ത്. ഇത്ര മനോഹരമായ ഭാവപ്രകടനമുള്ള ബിഗ് ബോസ് റിവ്യൂ ഇവിടെ കാണാൻ പറ്റും. അതാണ് ഓരോ സമയം റിവ്യൂ കേൾക്കാം. മിമിക്രി, പാട്ട്, ഏണിമണ എല്ലാം കൊണ്ട് ചോദിച്ചു. ഞാൻ അതിലേക്ക് വന്നില്ല. ഏണിമണയും കൊണ്ട് ഞാനിപ്പോൾ വരും. അത് ഞാൻ വരാം. ഡാഷ് ക്യാം എപ്പിസോഡ് വരുമ്പോൾ ജിനു ബിജി രാജിനെ വിളിച്ച നീ ചുമ്മാ ഇരി. ഡാഷ് ക്യാമൊക്കെ നമുക്ക് വരാം. അവിടെ കേട്ട്. പിന്നെ ഒരാളുടെ ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ, ആരുടെ അൻസി ഏണി മഞ്ഞ പൂഞ്ഞോഞ്ഞ. അത് ഞാൻ പാടുന്നല്ലേടാ സൂപ്പർ. കണ്ട യാഴിമല പോലെ എൻ്റെതാണ്. അത്രയേ ഉള്ളൂ. ഏണി മഞ്ഞ പൂഞ്ഞോഞ്ഞ. അതിനൊരു ഒരു എക്സ്പ്രഷൻ കൊടുത്ത് പാടേണ്ട പാട്ടൊക്കെ എടുത്ത് വെച്ച് അവിടെ അലവലാതിയാക്കി കളഞ്ഞു. സഹിക്കുന്നില്ല. കൊടുത്ത കൈക്ക് കൊത്തിയ പാമ്പാണ് വന്ന് കയറി. നിങ്ങൾക്ക് ഇറ്റ്സ് ഓക്കെ. ഭയങ്കര യൂണിറ്റിയാണ്. ഏകദേശം 35K കൊല്ലപ്പെട്ടെന്ന് പാലസ്തീന്. പാലസ്തീൻ ഇസ്രായേൽ കേസും കൊണ്ട് നീ ഇങ്ങോട്ട് തള്ളണ്ട. ഇവിടെ എത്ര പേര് കൊല്ലപ്പെട്ടു? സത്യമായിട്ട് രമേശൻ, എനിക്ക് ഭ്രാന്ത് കയറും കേട്ടോ. നീ പൊയ്ക്കോ ഇറങ്ങിയിട്ട് കേട്ടാ. അത് വേറൊരു സബ്ജക്റ്റാണ്. ഞാൻ നാളെ വരാടാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് വാടാ. നിന്റെ ആടപടല അണ്ണാക്കി തരും ഞാൻ. ചെവിയിലെ ഞാൻ ബിഗ് ബോസും കൊണ്ട് മാറി നിൽക്കുമ്പോൾ നീ എന്നെ RSSകാരൊക്കെ നിർത്തരുത് കേട്ടോ. ഞാൻ പച്ചക്കങ്ങ് പറയും. എനിക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു ജന്തുക്കളാണത് പറ്റുള്ളൂ. എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കരുത്. പൊയ്ക്കാം, കണ്ണോടത്ത് കണ്ടുവരുത് ചങ്കി. ജിനൂസിനെ അതുലിനെ ഒക്കെ പറ്റി അവൾ തന്നെ തെറി. എന്നിട്ട് അവൾ അവരോട് മാപ്പു നാടകം. രമേശ് എന്ന പാലസ്തീനിൽ പോകും. സൂപ്പർ. നീ പാലസ്തീനിൽ പോടാ. പറ്റൂല മുത്തേ. രമേശ് എന്ന ഐ ലവ് യു. നമുക്ക് ബിഗ് ബോസിലേക്ക് പോകാം. അൻസിബയുടെ ഓരോ ആക്ടിവിറ്റീസും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അൻസിബയുടെ ആ ഒരു റിയാക്ഷൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ടാസ്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ക്രിഞ്ചി ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നില്ല. പക്ഷെ അൻസിബ ടാലൻ്റ് ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ പറയുന്നില്ല. ബിക്കോസ് ആക്ട്രസ് അല്ലേ. ശ്രീരേഖയും യമുന റാണിയും അൻസിബയാണ് സ്കോർ ചെയ്തത്. ഭാഗ്യമൊക്കെ വേസ്റ്റായിരുന്നു. അർജുനെ കണ്ടൊരു പിണ്ണാക്കിനെയും കൊള്ളൂല. ശ്രീരേഖ പൊളിച്ച് കിട്ടുക്കാസ്കിയായിരുന്നു. പാട്ട് നമ്മുടെ പാട്ട് അവളെടുത്ത് ബർഗറാക്കിയെങ്കിലും അത് സൂപ്പറായിരുന്നു. എന്തുവായിരുന്നു? അയ്യോ എനിക്ക് വയ്യ. നല്ലൊരു ആക്ട്രസ് ഉണ്ട് കേട്ടോ ശ്രീരേഖയിൽ. അത് സൂപ്പർ. യമുന റാണി കിട്ടു നന്നായി ചെയ്തു. അതേപോലെ തന്നെ അൻസിബയും ചെയ്തു. അവർ പിന്നെ ആക്ടേഴ്സ് ആയതുകൊണ്ട് അവർക്കത് ഓക്കെ ആണെന്ന് തോന്നുന്നു. അർജുനെയും ശ്രീതുവിനെയും ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ. അത് ജാസ്മിൻ റസ്മിന് പണി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ അത്രയേ ഉള്ളൂ. ഞാൻ അത്ര എഴുതി വെച്ചോളൂ. ബാക്കിയൊക്കെ ഞാൻ വാങ്ങിക്കേറി നോക്കിയിരിക്കുകയായിരുന്നു.
ഒരു കാര്യം ഞാൻ പറയാം, ശ്രീതുവിന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല അർജുൻ്റോട്. അത് അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു വരുത്തുന്നതായിട്ടും അത് മോഹൻലാൽ മനസ്സിലാക്കിയതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ യമുന റാണിയെ പുറത്തു വിട്ടത് നന്നായി എന്നേ എൻ്റെ ഒരു ഭാഗമുള്ളൂ. അൻസിബയും യമുന റാണിയും ശരണ്യയും അവിടെ കൊള്ളത്തില്ല. അവർ എവിക്റ്റ് ആകേണ്ട 3 കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. തലയിൽ കിണർ ഈ ആഴ്ചയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നോറയെ ഞാൻ പറയത്തില്ല. പക്ഷേ ഈ ആഴ്ചയും തലയിൽ കിണറും കൊണ്ടാണ് അവൾ നിൽക്കുന്നതെങ്കിൽ അവൾ പുറത്തു പോകണം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവർ പുറത്തേക്ക് പോയപ്പോഴും നോറയ്ക്ക് ഒരേ ഫീലിംഗ്, ഇവർ അകത്തേക്ക് വന്നപ്പോഴും നോറയ്ക്ക് ഒരേ ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോറ ഇതിനകത്ത് എല്ലാം ഒരു നിൽക്കളി കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. കമ്പനി ഞാൻ പോണു, ഇനി ഇവിടെ വരൂല, അതിൻ്റെ പേട്ട് തലയാണ്. സത്യം ഓക്കെ. മോനൂട്ടൻ സേയ് മമ്മ ഫുഡൊക്കെ തന്നിട്ടാണ് റിവ്യൂവിന് ഇരിക്കുന്നത്. പിശിക്കാതെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങാൻ പറ. ഹർഷിതയ്ക്ക് ഒരു ലൈഫ് തരൂ രമേശ് അണ്ണ, നമുക്ക് അത് ആട് മേയ്ക്കാൻ പാലസ്തീനിൽ പോവാം. ഇല്ല കുട്ടികൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ ടി വിയുടെ മുമ്പിൽ പോയി ഇരിക്കാറില്ല, മൊബൈലിലാണ് കാണുന്നത്. ഇന്നിപ്പോൾ ഞാൻ പോയിരുന്ന ആ ബിഗ് സ്ക്രീൻ ഇരുന്നിട്ട് ഇത് കാണുന്നുണ്ടായിരുന്നു. എനിക്കിന്നത് ഭയങ്കര എന്തോ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിരുന്നിട്ട് സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആദ്യം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുമല്ലോ, എന്തരാണ് ഇയാൾ വന്നിട്ട് എന്തെങ്കിലും കാണാണേ, നമുക്കൊരു ഭയങ്കര നിരാശ വരാറുണ്ടായിരുന്നു. എന്നാൽ നിരാശയ്ക്കൊക്കെ അവസരം ഞാൻ പിന്നെ ഞാൻ നോറയ്ക്കാണ് വോട്ട് ചെയ്തത് കേട്ടോ. ജാസ്മിൻ പോവല്ലേ എന്ന് പ്രാർത്ഥിച്ച് അവളെ പറഞ്ഞു വിടല്ലേ ബിക്കൂ, എൻ്റെ പൊന്നു ബിക്കണ്ണ, അവളെ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞിട്ടിരുന്നു. അത് ഫലിച്ചു. സമാധാനമായി. അപ്സര കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു വെപ്രാള. ആക്ച്വലി എന്താണെന്നറിയാം, ഇവർ തമ്മിൽ പ്രണയമില്ല, പക്ഷെ ചെറുക്കന് പ്രണയമുണ്ട്. ചെറുക്കൻ സീരിയസുമാണ്. അവനെ ഉപയോഗിച്ചതാണ്. അവന് കഴിഞ്ഞ ആഴ്ചയാണ് മനസ്സിലായത് പ്ലേ ആണ് എന്നുള്ളത്. അവന് മനസ്സിലായിട്ടുണ്ടെങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്കിട്ട് കുത്തുന്നതെടുത്ത് അവന് ചെറുതായിട്ടത് മനസ്സിലായി എന്നാണ് മനസ്സിലാവുന്നത്. രശ്മിൻ കുറച്ചുകൂടെ ആക്റ്റീവായി ഗബ്രിയോട് വിഷയം പറഞ്ഞാൽ സേഫ് ആകും. പക്ഷേ രശ്മിൻ അത് പറയുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. രശ്മിൻ ഭയങ്കര കള്ളിയായിട്ടാണ് ഈ ഒരാഴ്ച കളിച്ചിട്ടുള്ളത്. അതിൽ രശ്മിൻ എഴുന്നേറ്റ് നിന്നിട്ട് ജിൻഡോ വരണ്ട എന്ന് പറഞ്ഞെടുത്ത് അതൊരു നല്ല ആറ്റിറ്റ്യൂഡല്ല. ബിക്കോസ് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോവുക എന്ന് പറയുന്നത് എല്ലാവരുടെ ഡ്രീമാണ് കേട്ടോ, ഒരുപാട് പേരുടെ ഡ്രീമാണ്. അയാൾ മറ്റേ റോക്കി പറഞ്ഞ 6 വർഷം എന്തോ അവൻ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു. 6 വർഷവും അവൻ ശ്രമിച്ചു എന്നാണ് പറയണത്. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്ന മനുഷ്യരാണ് അതിനകത്ത് പോകുന്നത്. അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോയ ഒരേ ഒരു വ്യക്തി അതിനകത്തുള്ളത് അഖിൽ മാരാറാണ്. അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, പിടിച്ചു കൊണ്ടുപോയി ആക്കിയതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടാക്കിയത് കൊണ്ടാണ് അയാൾക്ക് കപ്പും കിട്ടിയത്. അതിനെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. നമ്മളായി നിൽക്കണം, അത്രേ വേണ്ടു അതിനകത്ത്. അല്ലാതെ അതിനകത്ത് ജെനുവിനിറ്റി അയാൾ ചോദിക്കുന്ന കേട്ടില്ലേ, ജെനുവിനിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ട് കൈൻഡ് ഓഫ് ജെനുവിൻ യു ആർ ആസ്കിങ്? അത് ജെനുവിനിറ്റിക്ക് കിട്ടുന്ന ഗപ്പല്ല, ഫ്രോഡുവലൻ്റ് കിട്ടുന്ന ഗപ്പാണ്. അപ്പോൾ അത് ഫ്രോഡുകൾക്കേ കിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക, കാണുന്നവരാണ് അത് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മുടെ കമൻസ്, നമ്മളുടെ റിവ്യൂ അത് അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അവർക്ക് അത്രത്തോളം നാണക്കേടുണ്ടായി എന്നുള്ളത് മോഹൻലാൽ വായി തുറന്ന് പറഞ്ഞത്. വലിയ ഉപകാരം കേട്ടോ അണ്ണ, വലിയ ഉപകാരം. പിന്നെ അവളാണ് അത് ചെയ്തതെന്ന് അവൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ആബ്സെൻറ്റ് മൈൻഡായിട്ട് അവൾ നടക്കുന്നുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യരുത്, അത് നിങ്ങൾ ഗവനിക്കാൻ പോകരുത്. കാരണം അവളുടെ ഏജ്, അവൾ 12 വയസ്സുള്ള കുണുവാവ തെറ്റ് ചെയ്ത് നമ്മൾ ക്ഷമിക്കണം. ഇത് നാഗസൈരന്ധ്രി അവിടെ കിടന്ന് ബഹളം വെക്കുന്നു, കുണുവാവ എന്നങ്ങനെ ഇനി പറഞ്ഞ് അവൾ റിപ്പോർട്ട് അടിക്കുമെന്ന്. കാരണം അത് അവളുടെ പ്രിവിലേജ്ഡ് സാധനമാണ്. അതുപോലെയാണ് ഞാണി മണം പൂഞ്ഞോണ, അത് എൻ്റെ സോങ്ങാണ്, അതെടുത്തോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കൂല. അല്ല തന്തയില്ലാത്ത മോളുള്ളോളും കേസ് കൊടുക്കൂല. എന്താ യാണിമണ പാടിയ യാണിമണ അവളുടെ കൊച്ചിൻ്റെ സാധനമാണെന്നല്ലേ അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് പ്രശ്നമാവില്ലേ ബിക്കു അണ്ണാ? ബിക്കു എന്നെ കോപ്പി അടിക്കരുത്. എൻ്റെ റിവ്യൂ കാണുന്നുണ്ടെന്നും എനിക്കിട്ടുള്ള പണിയാണെന്നും ഇതെനിക്ക് മനസ്സിലായത് കൊണ്ട് ബിക്കു അണ്ണ ബാക്കിയുള്ളവരെല്ലാവരും ചെയ്യുന്നതിനേക്കാൾ സൂപ്പറായിട്ട് ഈ റിവ്യൂമായിട്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. എല്ലാം നീക്കി വെച്ച് തണ്ട സംഖ്യ കിടന്ന് അലറിയിട്ട് ഞാൻ മൈൻഡ് ചെയ്യാത്തത് കണ്ട, എല്ലാം നീക്കി വെച്ച് നാളെ മുതൽ കട്ട വെയിറ്റിംഗ് ഫോർ ബിക്കു അണ്ണൻ. പുറത്തേക്ക് പോലും പോകത്തില്ലടാ, നിന്നെ ഞാൻ പോയി ചടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നോക്കട്ടെ. എന്നാൽ ഈ മാമാപണി നല്ലതല്ല കേട്ടോ അണ്ണ, ഭയങ്കര പോറാണ്. നാണക്കേട്. പ്ലീസ് ഡു സപ്പോർട്ട് മോർ മേക്കിംഗ് വൈൽഡ് കാർഡ് ആസ് ഷെഫീന ഫോർ സ്മാഷിംഗ് ജ്യൂസ് മീൻ. വേണ്ടടാ, വൈൽഡ് കാർഡ് തൊപ്പിയല്ല, വേറെ 6 പേരാണ്. സ്പേസ് ഈസ് നോട്ട് ലൈനിയർ, ഇറ്റ് ഈസ് ബെൻഡ് അക്കോർഡിംഗ് ടു ദ മസ് വിച്ച് ഈസ് ദ സ്റ്റാർസ് ഓഫ് പ്ലാനറ്റ്. എന്തുവാ ഹയർ ഇസ് ദ മാസ്, ഹയർ ദ കർ, മൂൺ ഈസ് ട്രാപ്പിഡ് ഇൻ ദ ബെൻഡ്. നീ ഇവിടെ കവിത എഴുതി വെക്കുവാണോ? വൈൽഡ് കാർഡ് തൊപ്പിയ. അപ്പോൾ ശരിയേ, ഗുഡ് നൈറ്റ്, നമുക്ക് നാളെ കാണാം.
അല്ല അവൻ പോയാ എന്താ അണ്ണാ രമേശ് അണ്ണ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് സംഗീതം പറയാമായിരുന്നു. അവിടെ പോയി ഉണ്ടെങ്കിൽ നീ ഒപ്പുപോയി, ബാക്കി ഞാൻ ഇരുന്ന് പറയാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പോകും. ഞാൻ നിർത്തി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. യമുന റാണിയെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. യമുന റാണി പോകുന്ന സമയത്ത് കരയുന്നുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ടു അഭിലാഷ് നന്ദന ആൻകർ സീക്രട്ട് ഏജൻറ്റ്. കറക്റ്റാണ്. ടു അഭിഷേക് നന്ദന. ഇല്ല കൊച്ചുണ്ട് കേട്ടോ. മറ്റേ ഇവളെയൊക്കെ പിന്നെ ഇൻ്റർവ്യൂ എടുക്കുന്നൊരു കൊച്ചില്ലേ, ഇച്ചിരി വണ്ണൊക്കെയുള്ള ഈ മല്ലു ഫാമിലിയെ പൊളിച്ചടുക്കിയ ഒരു ആൻകറില്ലേ, ആ കൊച്ചുണ്ട്. അതുണ്ട്, അത് പക്കാണ്. സീക്രട്ട് ഏജൻ്റ് ഉണ്ട്. പിന്നെ ഒരു ഗെയ് എന്ന് ഡിക്ലെയർ ചെയ്ത ഒരു പയ്യനുണ്ട്. വേറൊരു ചട്ടമ്പിയുണ്ട്. അവൻ്റെ കഥ എന്താണെന്ന് കണ്ണനോട് ചോദിക്കണം. കണ്ണനെ എൻ്റെ ഡീറ്റെയിൽ അറിയാം. കണ്ണൻ ഇന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞു തരാമേ. എന്തോ ഉണ്ട്. കണ്ണൻ അത് സീരിയസ് ആയിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്തോ സംഗതി ഉണ്ട്. അവർ തമ്മിൽ ഭയങ്കര പ്രശ്നം. അവൻ്റെ അക്കൗണ്ടൊക്കെ പൂട്ടിയിട്ടാണ് അതിനകത്തോട്ട് പോകുന്നത്. എല്ലാത്തിനും പൊരിച്ചടുക്കും എന്നാണ് പറയണം. എന്താ സീക്രട്ടാണ് അതിനകത്ത് കയറിയാൽ നിങ്ങളെല്ലാവരും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം, സീക്രട്ടണന് വേണ്ടി വോട്ട് ചെയ്യണം. സീക്രട്ടണ പുറത്താകരുത്. അങ്ങേരെ അതിനകത്ത് വേണം. ജാസ്മിനെയും പുറത്താക്കരുത്. നിങ്ങൾ വേറെ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ. പാവ അവറ്റകൾ രണ്ടുപേരും അതിനകത്ത് നിന്നോട്ട് കേട്ടോ. എൻ്റെ സ്നേഹിതരാണ്. അവരവിടെ നിൽക്കണം. അതാണ് എൻ്റെ ആവശ്യം. ചേച്ചി, ഇനി സീരിയസ് ആയ ഒരു കാര്യം പറയാം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യും. ഒരു ബോധവൽക്കരണമാവട്ടെ പിന്നീടുള്ള ഭവിഷ്യത്തുകളെ പറ്റി. ആക്ച്വലി ഷെറിൻ അതിന് പിന്നീടൊരു ഭവിഷ്യത്തില്ല. ആൾക്കൂട്ട കൊലപാതകം അത് നടന്നെന്ന് പറഞ്ഞാൽ അതിൽ വലിയ കേസൊന്നും വരാനില്ല. അങ്ങനെ വരുന്നതിനൊന്നും ശിക്ഷയില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും പ്രത്യേകിച്ച് ഇതില്ല. അപ്പോൾ അത്രയും മനുഷ്യർക്ക് ആ ഭ്രാന്ത് തോന്നിയിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസേർവിങ് ആയിട്ടുള്ളൊരു കൊലയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പൊതുജനം നേരിട്ടെടുത്തിട്ട് പെരുമാറുന്നതിൽ ഒരു തർക്കമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അത് ഒരു ആക്സിഡൻറ്റ് കേസിലൊക്കെ വരുമ്പോൾ ബോറിംഗ് ആണ്. അത് സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ ഓക്കെ, ഞാനത് പഠിച്ച് പറയാം കേട്ടോ. കുറച്ചുകൂടെ എൻ്റെ വ്യൂവിൽ അത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അതിന് പുതിയ നിയമമൊന്നും കൊണ്ടുവരാനൊക്കത്തില്ല. ഇറ്റ്സ് ഹോറിബിൾ. ഓക്കെ. പൂജയുണ്ടോ? അജ്മു പൂജ. ആ കൊച്ചിൻ്റെ പേര് പൂജയാണെന്ന് തോന്നണം അല്ലേ? ആ കൊച്ചുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇനിയിപ്പോൾ 6 പേര് അതിനകത്ത് വന്ന് കയറുന്നത് കൊണ്ട് കൊള്ളാം കേട്ടോ. നമുക്കൊരു സമാധാനമുണ്ടെന്ന് തോന്നുന്നു. ഉപ്പില്ലാത്ത കഞ്ഞി കൊടുത്തു. അത് ജാസ്മിൻ തന്നെ പരിഹരിക്കട്ടെ. ആ ഒരു വിഷയം ഇവർ ഹൈലൈറ്റ് ചെയ്താൽ ദേ ആർ ജെനുവിൻ പ്ലെയേഴ്സ്. ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇനി 6 പേര് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പോൾ ജാസ്മിന് ഒരു ഫീലിംഗ്, ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാകും. ബിക്കോസ് അവൻ പുറത്ത് പോയിട്ടല്ല. അപ്പോൾ ഒരു ടെൻഷൻ, കപ്പറി പോയി എന്നൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. ഇനി കപ്പറി തിരിച്ചു വരുന്ന ഒരു ടൈമില്ലേ, അപ്പോൾ തിരിച്ചു കിട്ടേ. ഏത് സ്ട്രാറ്റജിയാണ് ഇവരവിടെ കൊണ്ടുവന്നതെന്ന് മനസ്സിലായത്. ഞാൻ ഇപ്പോഴും പറയുന്നത് പേളി മാണി പുറത്ത് പോകാൻ നിൽക്കുന്നു, പേളി മാണിയെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന ആ ഒരു ഇതില്ലേ, അതാണ് വർക്കൗട്ട് ചെയ്തത്. പക്ഷേ ബിക്കു അണ്ണൻ വിചാരിച്ച ആ രീതിയിലേക്ക്, അത് ഫോമിലേക്ക് അത് ഡെവലപ്പ് ചെയ്തില്ല. എടാ ബിക്കു അണ്ണ, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അണ്ണ വിക്കു അവർ തമ്മിൽ ലൈനല്ല, അവർ തമ്മിൽ കാമമാണ്, കാമപ്രാന്താണ്. കാമപ്രാന്തത്തിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഈ എണ്ണം പോയാൽ വേറെ എണ്ണാൻ അവൾ സെറ്റാക്കും. ചെറുക്കന് മാത്രമേ പ്രേമമുള്ളൂ, അവക്കാണ് ഗാമം. അതുമാത്രമല്ല, ചെറുക്കൻ 2-3 അടുത്ത് എടുത്തു വെച്ച് പറയുന്നില്ല, ഞാൻ ഇവിടുന്ന് പുറത്ത് പോയാൽ മാസത്തിൽ 3 പ്രാവശ്യം തന്നെ ഞാൻ ആലോചിക്കുന്നു എന്ന് വെച്ചാൽ അവൻ 3 പ്രാവശ്യം മാസ്റ്റർ ബാറ്റ് ചെയ്യും. ആ സമയത്താണ് അവളെ കാണുന്നത്. ഇനി ഞാൻ പറഞ്ഞത് എൻ്റെ തലയിൽ കയറാൻ വരണ്ട, ഞാൻ കേട്ട കാര്യമാണ് അത്. അവൾ ചുവടാർക്കാ അവിടെ നിന്ന് നാണം കെട്ടവനെ എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് സുഹൃത്തമല്ല. സുഹൃത്തുക്കളെ ഓർത്താരും ബാണമിടാറില്ല. അത് റോക്കറ്റ് വിടുന്നെങ്കിൽ അത് വേറെ റിലേഷൻഷിപ്പാണ്. അവൾ അതിന് വില്ലിങ്ങാണ്. അതൊരു തെറ്റായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. ടാങ്കോ അങ്ങനെയാണ്. ടാങ്കോയിൽ അതാണ് നടക്കുന്നത്. ടാങ്കോ ഗേളിനെ അക്സെപ്റ്റ് ചെയ്ത് അഫ്സൽ അത് അംഗീകരിക്കുമല്ലോ. ഞാൻ അടുത്ത പോയിന്റ്. എന്നെ വിളിച്ചതാ ബിഗ് ബോസ് ക്യാമ്പിന്. ഞാൻ പോകാനിട്ടാണ്. വേണ്ട രഘുചേട്ടാ, നിങ്ങൾ അവിടെ പോയ ആളുകൾ ഇറങ്ങി ഓടും. നിങ്ങളും ജാസ്മിനും ഒരുപോലെയല്ലേ, മൂക്കുത്തി ഓടേണ്ടി വരും. അവൾ പിന്നെ ശ്രേയെങ്കിലും അടിക്കും. നിങ്ങൾ എന്തോരം എടുത്തിട്ട് അടിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട കേട്ടാ. പോകുമ്പോൾ സിജോനെ ആരും ഹഗ് ചെയ്തില്ല. സിജോ പോകുന്ന ആരും ആർക്കും അറിയത്തില്ലല്ലോ. ജിൻഡോടെ ആരുമാണോ? കറക്റ്റ്, ജിൻഡോയെ ആരും ഹഗ് ചെയ്തിട്ടില്ല. ഞാനും കേട്ടു. അത്ര തന്നെ. ആഴ്ചയിൽ 3 തവണ. ആഴ്ചയിൽ 3 തവണയാണ്. ആഴ്ചയിൽ 3 തവണയാണ് മണം വിടും. അപ്പോൾ ഇവളെ വേർത്ത് വാള വിടുമെന്ന് അവൾക്കത് മനസ്സിലായി. അപ്പോഴവൾ പറയണം പാടാറുണ്ട് അവിടെ നിന്ന്. ബാഡി കാണിക്കുകയോ ജെട്ടി കാണിക്കുകയോ എന്നൊക്കെ ചോദിക്കണം. പിന്നെ അവൻ്റെ ഉള്ളിലുള്ള എന്തുവാ അതിൻ്റെ പേര് പറയുക, എന്താ അതിനൊരു പേര് കൊടുക്കുക, കുഞ്ഞമ്മണി, അത് തന്നെ ആ സാധനം. അത് അവൾ കണ്ടോണ്ട് കിടകട അടച്ച് വെയ്യട, സെട്ടിയെങ്കിലും ഇട എന്ന് പറയുന്നുണ്ട്. അത് നമ്മളിങ്ങനെ നമ്മുടെ മാമ ബിക്കോസ് അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്കും എടാ എന്താണോ കുണുവാവ വെളിയിൽ കിടന്ന് ഡാൻസ് കളിക്കുക, നീ അകത്തോട്ടിടുക അല്ലെങ്കിൽ മറച്ചു വയ്ക്കുക, കണ്ട് മാറ്റൂ എന്ന്.
മോളത് കാണുക മാത്രമല്ലല്ലോ, ഒന്നിച്ച് കിടക്കുന്ന അവസരങ്ങളിൽ കൈകൊട്ട് പെണ്ണേ നീ കൈകൊട്ട് പെണ്ണേ കൊഞ്ചുമ്പാളയിട്ട് കൈകൊട്ട്. ഞാൻ കൈകസ്തൂരി കളിക്കൂന്നല്ല ഞാൻ പറഞ്ഞു. ഞാനങ്ങനെയൊന്നും പറഞ്ഞു. ഞാൻ വൃത്തിയോട് പറയില്ല. ഞാൻ ഡീസൻറ്റ്. നിങ്ങൾ അറിഞ്ഞോ കൂട്ടുകാരെ, ഒരു പ്രമുഖ യൂട്യൂബർ പറയുകയാണ് ഞാൻ ഭയങ്കര തെറിവിളിക്കാരിയാണെന്ന്. ആരെ ഞാൻ തെറി വിളിച്ചെന്നറിയാമോ? ആസ്മിനെ തെറി വിളിച്ചെന്നു. ഇന്ന് ആ പ്രമുഖ യൂട്യൂബറിനെ നെറ്റിയടി കൊടുത്ത് മോഹൻലാൽ. എടാ മോനെ പ്രമുഖ യൂട്യൂബറെ, നീ കണ്ടില്ലേ? നല്ല ഒന്നാം തരം തെറിത്താത്തയാണ് ആസ്മിന്. നീ ആസ്മിനെ എടുത്തു വെച്ച് ഊക്ക്. ചെബീനായ ഊക്ക ഇങ്ങോട്ട് വരണ്ടേട്ടാ. ഞാൻ നിന്റെ ചെവിള ഞാൻ കുത്തിക്കയറും. നിങ്ങൾ പറഞ്ഞത് ജാസ്മിൻ കാര്യത്തിൽ വളരെ ശരിയാണ്. സോറി ജിൻഡോ. ഓക്കെ. അഫ്സലിന് കുറച്ച് എങ്കിലും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അവളെ ബ്രേക്കപ്പ് ആക്കുന്നത് നല്ലത്. 1 കോടി രൂപ എടുത്ത സെൽഫ് റെസ്പെക്റ്റ് ഇല്ല, അതിൻ്റെ അപ്പുറവും വിൽക്കും. 1 കോടി രൂപയാണ് കിട്ടാൻ പോണത്. നിങ്ങളുകൊണ്ട് കൊടുക്കുക. ഇത്രയും ദിവസം നിൽക്കുമ്പോൾ തന്നെ എത്ര രൂപ കിട്ടുമെന്നാണ്. ഇവിടുന്ന് കിട്ടിയ കാശ കൊണ്ട് അസ്ലാമാളി അവിടെ ജസ്ല മാടശ്ശേരി അവിടെ വലിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തു. നിങ്ങളെ കണ്ട് പറ്റുമോ? അതാണ് ബിക്കോസ്. ഗബ്രി എത്ര നീചമായിട്ടാണ് ആദ്യം ചെറ്റ എന്ന് ജിൻഡോയെ വിളിച്ചത്. അവനാണ് തുടക്കം. പിന്നെ തിരിച്ച് പറയാതിരിക്കുമോ? നോറ, ഗബ്രി, ശരണ്യ ഇവരൊക്കെ. സത്യം എനിക്കത് മനസ്സിലായി കേട്ടോ. ജിൻഡോ ഡിസേർവ്. ജിൻഡോ അവിടെ നിൽക്കേണ്ടത് തന്നെയാണ്. ജിൻഡോ കുറച്ചുകൂടെ നന്നായി കളിച്ചെങ്കിലെന്നൊരാഗ്രഹമുണ്ട്. ഈ മണ്ടൻ്റെ ഇതങ്ങ് വിട്ടിട്ട് ഷോ ഓഫ് വിട്ടിട്ട് കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് നിൽക്കാൻ ആപ്റ്റായിട്ടുള്ളത് ജിൻഡോ തന്നെയാണ്. അവൻ ഈ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലായിട്ട് അവൻ നോറയെ ആക്രമിക്കുമ്പോഴാണ് എനിക്ക് അവനോട് വെറുപ്പ് വരുന്നത്. ബാക്കിയൊക്കെ അവൻ പറയണ കണക്ക് തന്നെ. ഇവറ്റുകൾക്ക് കിട്ടേണ്ടത് തന്നെ വെറും കൂറുകൾ, വെറും കുക്കൂറുകൾ. ഇന്ന് ബിഗ് ബോസ് അതായത് മോഹൻലാൽ പറഞ്ഞതാണ് കറക്റ്റ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട ഒരു സീസൺ കണ്ടിട്ടില്ല. അയാൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അത്ര വൾഗറായിരുന്നു ഇന്ന്. കഴിഞ്ഞ ആഴ്ച മൊത്തം ലഹള. നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിലും തെറി വിളി എന്ന് പറഞ്ഞാൽ ഇവളാണ് എനിക്ക് തെറി. പോകുന്നതിന് മുമ്പ് കടപ്പുറം കക്കൂസിൻ്റെ ലൈനിൽ പോയി ഇരുന്നുകൊണ്ട് തെറി വിളിച്ചിട്ട് പോയ മോളാണ് ഈ യാസ്മിൻ. എന്തൊരു തെറിയായിരുന്നെന്നറിയാം. ഉടനെ അവൾ അയ്യോ 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 എൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവും, അയ്യോ 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 തെറി വിളിക്കല്ലേ. തെറിച്ചിയാണ് അതിനകത്ത് കൊണ്ടിട്ടിരിക്കണം. എന്നിട്ട് ഷെബീനാണ് തെറി വിളിക്കുക. അവള് കാര്യകാരണം ഇല്ലാതെ കിടന്ന് തന്തയ്ക്കും തളയ്ക്കും. ഒരത്തന്നെ വിചാരിക്കണ്ട ഞാൻ മാറ്റതാണ്. എമോഷണലി ഒരാളെ എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നു. ആ ഫേസ് ഹറിബിൾ. പിള്ളേരെ, അവക്കെതിരെ വീഡിയോ ചെയ്യുന്ന എല്ലാ മക്കളോടും ഞാൻ പറയുന്നതാണ്, എൻ്റെ പൊന്നു പിള്ളേരെ, അവനവൻ്റെ ചാനൽ സംരക്ഷിച്ചോ. ഡിലീറ്റ് ആൻഡ് സേവ് യുവർ സെൽഫ്. അത് നന്നാവൂല. അത് നന്നാവുന്ന കേസല്ല. പക്ഷെ ഇറങ്ങി നിങ്ങൾക്കൊക്കെ യമകണ്ഠം പണി അവൾ തരും. ചെബീനെ ഇവിടെ ഗത്തായിട്ട് നിൽക്കും. 1-2 കേസൊക്കെ ചെബീനെ പുല്ലുവല എടുക്കും. തമ്മിൽ ഭേദം തൊമ്മു ഏറെ പറഞ്ഞതുപോലെ ജിൻഡോ പോയാൽ പിന്നെ ഒന്നുമില്ല. കറക്റ്റ്. ജാനുമണീനെ എന്തിനാണ് പേടിക്കുന്നത് എല്ലാവരും? അതും ഒരു ചോദ്യമാണ് കേട്ടാ. എല്ലാവരും ഇപ്പം ജാസ്മിൻ കൂടെയാ, അവളെ എല്ലാവർക്കും പേടിയാ. കറക്റ്റ്. ഈ ജാസ്മിന് ഇന്ന് ഒരു തന്നടക്കം വരും. എന്താണെന്നറിയാമോ? ഇത്രയും ദിവസം അവളാണ് എന്തോ സംഭവം തോന്നി, ഒരു തുള്ളിക്കളിയും ഒരു ഗെയിമയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പുറത്ത് അതല്ല എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ്. ഇനിയെങ്കിലും തലയ്ക്ക് സുഖമില്ലായ്മ മാറ്റി വെച്ചിട്ട് അത് തിരിച്ചറിഞ്ഞ് നന്നായാൽ അവൾക്ക് തന്നെ നല്ലത്. ഇല്ലെങ്കിൽ അനുഭവിക്കാതിരിക്കുന്നത് കണ്ടറിയാം. ഏതായാലും ആകെ നനഞ്ഞാൽ പിന്നെ കുളിരില്ലെന്ന് പറയുന്നതാണെങ്കിൽ തന്തയ്ക്ക് വരുന്നതാണോ മോക്കുന്നാണോ മൊത്തത്തിൽ മകനു പാപഞ്ഞു ഏനി മനപ്പൂഞ്ഞ അമ്മാമണക്കും മഞ്ഞി. എൻ്റെ പാട്ടെടുത്തതിൻ്റെ മക്കളൊക്കെ പറയുന്നുണ്ട്. ഉമ്മച്ചി രാവിലെ വിളിച്ചിട്ട് പറയും, എടി എൻ്റെ പാട്ട് എവിടെ ഇക്കോസ് പാടുന്നെന്ന്. ശരിയാ. ഗുഡ് നൈറ്റ്. സീ യു ടുമാറോ. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സീരിയസ്ലി ഐ എം ഫാൻ ഓഫ് ബിഗ് ബോസ്. Addicted.